നമസ്കാരം. സ്പോട്ട്ലൈറ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇവിടെ ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ നെടുവത്തൂർ പഞ്ചായത്തിലെ പുല്ലാമല എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് കാട്ടിത്തരികയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പുല്ലാമല എന്ന് പറയുന്നത് കുറച്ച് ദൂരമുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് ബാക്കിയുള്ള യാത്രകളിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ ദൃശ്യഭംഗി കാണാവുന്നതാണ്. ഇവിടെ പകുതിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് നമ്മളുടെ ഈ നാട്ടിൽ തന്നെ ബാബുജി ചേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം വളരെ വിശദമായി നിങ്ങളോട് പറയുന്നത്. നമസ്കാരം. എന്താണ് പേരെന്താ? എൻ്റെ പേര് ബാബുജി. അപ്പോൾ ഈ ദൃശ്യമനോഹരമായ ഈ സ്ഥലം, അപ്പോൾ ഇവിടെ ഇപ്പം പിന്നെ നമ്മളെ കാഴ്ചക്കാർക്ക് വളരെ സൗന്ദര്യമേകുന്ന ഒരു സ്ഥലമാണ്. ഇത് പകുതിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇതെങ്ങനെയാണ് പകുതിപ്പാറ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ? പകുതിപ്പാറ എന്ന പേരുള്ള കാരണം ഇത് 2 പഞ്ചായത്തിന്റെ അതിർത്തിയാണ്. ഈ റോഡിനപ്പുറം പവിത്രേശ്വരവും, റോഡിന് വലത്തെ വശം പവിത്രേശ്വരം, ഇടത്തെ വശം നെടുവത്തൂരാണ്. 2 പഞ്ചായത്തിന്റെ പകുതി അതിർത്തി ആയതുകൊണ്ടാണ് പകുതിപ്പാറ എന്ന പേര് വിടുന്നത്. ഓ, അതാണ്. ശരി. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഈ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണുക. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ മയിലിനെ കണ്ടല്ലേ, ഒരു എത്രത്തോളം ജീവികളുണ്ടാവും? മറ്റ് ജീവികൾ ഇവിടെ ജീവികളെന്ന് പറയുമ്പം കൃഷി നശിപ്പിക്കുന്ന പന്നിയുടെ ശല്യം കൂടുതലാണ്. പന്നിയുടെ ശല്യം കൂടുതലാണ്. പിന്നെ മയിലിനെ കൊണ്ട് ശല്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കൃഷികളൊക്കെ നശിപ്പിക്കും. എത്രത്തോളം മയില്? 60 കൂടുതൽ മയിലുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നും പോയി നിൽക്കത്തേ ഉള്ളൂ. ഓ, അത് ശരി. ഇത് ശരിക്കും എവിടെയാണ് ഇതിന്റെ വാസം? അപ്പൊ നമ്മളങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കാട്ടിയിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും വീടിന് മണ്ടായിരിക്കും, അല്ല തെങ്ങിന് മണ്ടലൊക്കെ ഇരുന്നത് അവർ ജീവിക്കും. രാവിലെ ഇനി പോരും, വൈകിട്ടങ്ങ്. അല്ല, ഇതിനെ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കുക, അല്ലെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്യും? നാട്ടുകാരെന്ന നിലയ്ക്ക് പുറത്തുനിന്ന് ആരും ഉപദ്രവിക്കത്തില്ല, നാട്ടുകാർ ഉപദ്രവിക്കില്ല. പക്ഷെ അതിന് ഭക്ഷണം കൊടുക്കും. നിങ്ങൾ അരിയോ ഗോതമ്പോ എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കും. അതിനുവേണ്ടി വന്ന് നിൽക്കുകയും ചെയ്യും. ഒരുപാട് കൊടുക്കുന്ന വീട്ടുകളിൽ. അപ്പൊ അത്രയ്ക്കും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. മയിലുകളുടെ ഒരു വാസം തന്നെ ഇവിടെ ഉണ്ട്. ഒരുപാട് മയിലുകൾ നമ്മളെ ഈ സ്ഥലത്തുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന്റെ ബാക്കിയുള്ള ദൃശ്യഭംഗികൾ കാണുവാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യിക്കാം. എന്താ, പുല്ലാമല ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഇതിനിടയ്ക്ക് ഒരു കാള, അത് ആ ക്ഷേത്രത്തിന്റെ കാളയാണ്. ഈ വരുന്ന വഴിയിലെല്ലാം ഈ പുല്ല് നിൽപ്പുണ്ടായിരുന്നു. ഇത് സത്യത്തില് ഇത് പുൽത്തൈലം ഉണ്ടാകുന്ന പുല്ലാണ്. നമ്മുടെ ഗ്രാമത്തിൽ ഇത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ മലയുണ്ട്, ഇഷ്ടംപോലെ. വർഷങ്ങൾക്ക് മുമ്പ് ഇത് കറ്റ കണക്കിന് ഇത് കെട്ടിക്കൊണ്ടുപോയി 25 പൈസ വെച്ചിങ്ങനെ ജനങ്ങൾ മേടിച്ച് ചെലവ് കഴിയുമായിരുന്നു. ഇതെല്ലാം കൊണ്ടുപോയി പുൽത്തൈലം ഉണ്ടാക്കാൻ. അതിന് പുൽത്തൈലം ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ ഇല്ലാത്തതിന്റെ പേര് പത്തനാപുരത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയത്. ആഴ്ച 15 ദിവസം കൂടുമ്പോൾ വണ്ടി വരും. വണ്ടി വന്ന് ഇത് കെട്ട് കണക്കിന് അവർ ഇതിന്റെ വില അനുസരിച്ച് തന്നിട്ട് തിരികെ കൊണ്ടുപോകും. ഇത് പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലാണ്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുക. നമ്മള് പിന്നെ നമ്മളെയൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഈ സാധാരണ പുല്ല് പശുവിന് കൊടുക്കാനാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പക്ഷേ ഇത് പുൽത്തൈലം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുൽത്തൈലം ഈ പുല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇവിടെ വന്നാലേ ഇതിന്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ആ ഒരു മണം ഭയങ്കരം തന്നെ കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഞങ്ങളെവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുൽത്തൈലം നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഈ വീടൊക്കെ തുടയ്ക്കുന്നതിന് എടുക്കുന്നതിനൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ മറ്റ് കൊതുകുകളോ മറ്റ് ശല്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. അതിനു വേണ്ടിയാണ്. പക്ഷെ ഇത് മറ്റെന്തോ ആയുർവേദ ഗുണമുണ്ടല്ലോ ഈ പുൽത്തൈലം. എന്താണ് ഇത് ആയുർവേദ ഗുണം എന്ന് പറയുമ്പോൾ? നമ്മളിത് പനിയോ അങ്ങനെ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട് എടുക്കണം. ഇലയും വേരും അല്ലാതെ തണ്ട് എടുക്കണം. തണ്ട് എടുത്തിട്ട് അതിനൂടെ കുരുമുളകിന്റെ തണ്ട് ചേർക്കുക. കുരുമുളകിന്റെ തണ്ട് ഇലയല്ല, തണ്ട് ചേർക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന തുളസിയുടെ ഇല, തുളസി ഇല അത് വെച്ചിട്ട് ഞെട്ടോട് കൂടിയാലും കുഴപ്പമില്ല. ഇതോടെ ചേർത്ത് നമ്മൾ ചെറിയൊരു കലത്തില് ഒരു പകുതി വെള്ളം എടുത്തിട്ട് അത് വേവിക്കണം. നല്ലപോലെ വേവണം. എന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആവി പിടിക്കുന്നതിനും ഉപയോഗിക്കാം. ഒരു പുതപ്പ് വെള്ളം എടുത്തിട്ട് ആവി പിടിക്കാൻ ചെയ്യാം. ആ വെള്ളം ഇത് ഉപയോഗിക്കാനും വെക്കും. ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്
ഒരു റീമൊക്കെ ചെയ്യാൻ. അതായത് ചുരുക്കത്തില് പണ്ട് കാലങ്ങളില് ഈ പനി തുടങ്ങിയ അസുഖങ്ങൾ വരുമ്പോ വ്യാധികൾ വരുമ്പോ ഒരുപാട് പേരൊന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് എടുത്തിട്ടാണ് നമ്മള് പണ്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ ആവി ഉള്ളൂ, അത് കുടിക്കുകയും ചെയ്യാം. കുടിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ അല്പം കരിപ്പോട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. ശരീരക്ഷീണം പോകും. ഭയങ്കര തന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പകുതിപ്പാറ എന്ന് പറയുന്ന മാടൻകാവ് ക്ഷേത്രത്തിലാണ്. മാടമ്പാറ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? നമ്മളിപ്പോ ഈ വരുന്ന വഴിയിൽ നമ്മളെ പുല്ല് കണ്ടു. എപ്പോഴത്തെ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് നീങ്ങിയപ്പം റബ്ബർ കണ്ടായിരുന്നു. റബ്ബർ അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. ഓ ശരി ശരി. മയിലോട്ട് വിളയിൽ വീട്ടുപേര് ദേവൻ എന്ന അപ്പൂപ്പന്റെ പേര്. ദേവൻ പഴയ തലമുറയുള്ള ഈ ദേവൻ അപ്പൂപ്പനും പിന്നെ താഴെ ഈ ഇവിടെ താഴെയുള്ളൊരു അമ്മൂമ്മയുണ്ടായിരുന്നു. അമ്മൂമ്മയുടെ പേരറിയത്തില്ല. ഇവരാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് ജനങ്ങളെ അറിയിച്ചത്. ഓ അത് ശരി. അന്ന് ഇത് ക്ഷേത്രമായില്ല. ക്ഷേത്രമല്ലായിരുന്നു. ഇളയപ്പൻ എന്നും പറഞ്ഞ ഒരു വിശ്വാസം എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മനുഷ്യർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ കന്നാലേക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഇവിടെ നേരത്തെ എല്ലാം കരിക്ക് അടിക്കുമ്പോൾ ഈ അസുഖം ഭേദമാകുമായിരുന്നു. കരിക്കും വെടിയും. ഓ ശരി ശരി. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊണ്ട് അന്ന് വെക്കുമായിരുന്നു. അപ്പൊ പിന്നെ സങ്കല്പിച്ചു ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ ദേവപ്രസ്ഥാനം നടത്തിയതിനു ശേഷമാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ പുരോഗതി ഉണ്ടായത്. പുരോഗതി ഇപ്പം 13 വർഷമായി. 13 വർഷമായി. അതിനുശേഷം പിന്നെ ദേവപ്രസ്ഥാനം നടത്തുകയും പിന്നെ വർഷാവർഷം അതിന്റെ ക്രമീകരണം നടത്തുകയും ചെയ്തതിനു ശേഷം 3 വർഷം തുടർച്ചയായിട്ട് സപ്താഹവും അന്നദാനവും ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ വനപ്രദേശം ശരിക്കും ഇത് ആരുടെയാണ്? അത് ഈ സർക്കാരിന്റെ അളവിൽ വരുന്ന ഈ പതിവ് ഭൂമിയോട് ചേർന്നുള്ള പട്ട ഇല്ലാത്തത് തരിശായി കിടക്കുന്ന ഭൂമിയാണ്. ഇത് മൊത്തം പാറയാണ്. ഇവിടെ ഈ കുടികൊള്ളുന്ന ഈ മലയുടെ മുകളിൽ ഭഗവാൻ പരമശിവനാണ്. ശിവൻ എന്ന് പറയുന്നത് നമുക്കറിയാം കലയുടെ ദേവനാണ്. ആ കലയുടെ ദേവൻ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്. ഭഗവാന്റെ കാരുണ്യം നമ്മളുടെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം അല്ലേ? എന്തായാലും ഈ സ്ഥലം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകർ ഇഷ്ടപ്പെടും. കാരണം പ്രേക്ഷകർ ഇവിടെ എത്തണം, ഈ സ്ഥലത്ത് എത്തണം. ഇതിൻ്റെ മനോഹാരിത നേരിട്ടറിയണം. അത്രയ്ക്ക് മനോഹരമാണ്. ഇവിടെ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് വീക്ഷിക്കുന്നത്, ഈ ക്ഷേത്രം സന്ദർശിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ പിന്നെ പുല്ലാ മലയിലേക്ക് നമ്മൾ ചെന്നിട്ടില്ല. മലയുടെ മുകളിൽ ഒരു ശിവന്റെ ഒരു രൂപമുണ്ട്. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ പൂജകൾ രാവിലെ വൈകിട്ടുള്ളൂ. പിന്നെ അധികം ഭക്തർ വരാറില്ല. കാരണം ഈ കൊറോണ സമയമായതുകൊണ്ട് അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ ഈ കൊറോണയുടെ ഒരു കാലമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആൾക്കാർ ധാരാളം പേര് ഈ ക്ഷേത്രത്തിലേക്ക് സന്ദർശിക്കും. വളരെ മനോഹരമായ, എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. നമ്മൾ അധികം പേരൊന്നും ഈ സ്ഥലത്ത് സന്ദർശിച്ചിട്ടില്ല. അപ്പം നിങ്ങളിവിടെ എത്തുക. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സായാഹ്നം അടുത്തിരിക്കുകയാണ്. ആ സായാഹ്നങ്ങളിലെ കാഴ്ചകൾ തീർച്ചയായിട്ടും ഞങ്ങൾ കാണിക്കും. ചേട്ടാ, ഇതിപ്പം ഈ വലിയ ഈ പാറയുടെ മുകളിൽ ഈ ഒരു ജലാശയം കാണുന്നുണ്ട്. എന്താണ് ഇത്? വറ്റുകയല്ലോ ചെയ്യുക? എന്താണ് ഈ ക്ഷേത്രം വരുന്നതിന് മുമ്പ് ഈ പാറയിൽ ഇങ്ങനെ ചെറിയ കുളം ഉണ്ടായിരുന്നു. അത് ഏത് ഉണക്ക സമയത്തും ഇത് പറ്റത്തില്ല. ക്ഷേത്രം വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും അത് പറ്റില്ല. ഓ അത് ശരി ശരി.
നല്ല തെളിർ, അതാ വളരെ ആഴമില്ല, എന്നാൽ നല്ല തെളിർ തന്നെയാണ്, മറ്റു കുഴപ്പങ്ങളില്ല. അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പാറയുടെ മുകളിൽ ഈ ജലം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഒരിക്കലും ഇത് പറ്റില്ല എന്നാണ് ബാബുച്ചേട്ടൻ പറയുന്നത്. പകുതിപ്പാറ എന്ന് പറയുന്ന ഈ പുല്ലാമല ഈ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ, ഈ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിഴക്ക് ഉദയവും കാണാം, പടിഞ്ഞാറ് അസ്തമനവും കാണാം. അത്രയ്ക്ക് മനോഹരമാണ്. ഈ സ്പോട്ട് മീഡിയയുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നാലും പിന്നെ ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ കൊല്ലം ജില്ലയിലെ തന്നെ മനോഹരമായ സ്ഥലങ്ങൾ, നിങ്ങൾ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്പോട്ട് മീഡിയയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ.